സ്വർണ്ണവില നേരിട്ട് നിശ്ചയിക്കാൻ കേന്ദ്ര സർക്കാരിന് കഴിയില്ലെങ്കിലും ചില നയങ്ങളിലൂടെ ആഭ്യന്തര വിപണിയിലെ വിലയെ ഗണ്യമായി സ്വാധീനിക്കാൻ സർക്കാരിന് സാധിക്കും. പ്രധാനമായും ഇറക്കുമതി തീരുവ, GST, RBIയുടെ ഇടപെടൽ, വിവിധ ഗോൾഡ് ബോണ്ട് പദ്ധതികൾ എന്നീ വഴികളിലൂടെ കേന്ദ്ര സർക്കാരിന് സ്വർണ്ണവിലയിൽ ഇടപെടാൻ കഴിയും. ഇന്ത്യയിലെ സ്വർണ്ണവിലയെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് ഇറക്കുമതി തീരുവ. ഇന്ത്യ സ്വർണത്തിനായി വിവിധ രാജ്യങ്ങളെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. സർക്കാർ ഇറക്കുമതി തീരുവ കൂട്ടിയാൽ ആഭ്യന്തര വിപണിയിൽ വില കൂടും, തീരുവ കുറച്ചാൽ വില കുറയും. ഉദാഹരണത്തിന് 2024 ജൂലൈയിൽ സർക്കാർ ഇറക്കുമതി തീരുവ 15% നിന്ന് 6% കുറച്ചത് വിപണിയിൽ സ്വർണ്ണവില കുറയാൻ കാരണമായിരുന്നു. അതോടൊപ്പം സ്വർണത്തിന്മേലുള്ള GST നിരക്ക് നിശ്ചയിക്കുന്നത് GST കൗൺസിൽ വഴിയാണെങ്കിലും ഇതിൽ കേന്ദ്ര സർക്കാരിന് വലിയ സ്വാധീനമുണ്ട്. നികുതി നിരക്കിലെ മാറ്റങ്ങൾ ഉപഭോക്താവ് നൽകേണ്ട അന്തിമ സ്വർണ്ണവിലയെ ബാധിക്കും. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സ്വർണം വലിയ തോതിൽ വാങ്ങിക്കൂട്ടുകയോ വിൽക്കുകയോ ചെയ്യുന്നത് സ്വർണ്ണവിലയെ ബാധിക്കാം. RBI കൂടുതൽ സ്വർണം വാങ്ങുന്നത് വിപണിയിൽ സ്വർണത്തിന്റെ ലഭ്യത കുറയ്ക്കുകയും വില ഉയരാൻ കാരണമാകുകയും ചെയ്യും. കൂടാതെ സ്വർണത്തിനായുള്ള ഭൗതികമായ ആവശ്യം കുറയ്ക്കുന്നതിനായി സർക്കാർ സോവറിൻ ഗോൾഡ് ബോണ്ട് പോലുള്ള പദ്ധതികൾ നടപ്പിലാക്കാറുണ്ട്. ഇത്തരം പദ്ധതികൾ വഴി സ്വർണം നേരിട്ട് വാങ്ങുന്നത് കുറയ്ക്കാൻ സാധിച്ചാൽ അത് വിപണിയിലെ അമിതമായ വിലക്കയറ്റത്തെ നിയന്ത്രിക്കാൻ സഹായിക്കും. ആഗോള വിപണിയിൽ ഡോളറിലാണ് സ്വർണ്ണവില കണക്കാക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക നയങ്ങൾ രൂപയുടെ മൂല്യത്തെ ബാധിക്കുമ്പോൾ അത് ഇന്ത്യയിലെ സ്വർണ്ണവിലയെയും നേരിട്ട് ബാധിക്കും. ചുരുക്കത്തിൽ സ്വർണ്ണവില ആഗോള വിപണിയിലെ മാറ്റങ്ങൾക്കനുസരിച്ചാണ് മാറുന്നതെങ്കിലും നികുതികളും ഇറക്കുമതി നിയന്ത്രണങ്ങളും വഴി ഇന്ത്യയിലെ വിലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ട്. ബിസിനസ് ഡെസ്ക്, ഗോൾഡ് മാക്സ്.